ഹലോ ഫ്രണ്ട്സ്, ടു സ്റ്റേറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഇവിടുത്തെ ആരോ ടൗണിലെ വിശേഷങ്ങളാണ്. ആരോ ടൗണിലെ ഓട്ടം ഫെസ്റ്റിവലിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞങ്ങളിത് ലാസ്റ്റ് വീക്ക് പോയതാണ്. ആരോ ടൗണിൽ ഞങ്ങളവിടെ ഒരു 1 day 2 days സ്പെൻഡ് ചെയ്തു. അപ്പോൾ ആരോ ടൗണിലെ ഓട്ടം ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് ഏപ്രിൽ അവസാനമായിട്ടാണ്. 2 വർഷം മുന്നേ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. 2 വർഷം മുന്നേ കോവിഡൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ ലാസ്റ്റ് 2 years മുന്നേ പോയപ്പോൾ ഈ ഓട്ടം ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നില്ല. അത് അവിടെ ക്യാൻസൽ ചെയ്തിരുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങളിവിടെ ന്യൂസിലാൻഡിൽ വന്നിട്ട് ഒരു ഓട്ടം ഫെസ്റ്റിവൽ കാണുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഞാൻ 2 പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. ഒരുപാട് വിശേഷങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. അപ്പോൾ ഈ ആരോ ടൗണിൽ പോകാനുള്ള ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഏപ്രിൽ മാസത്തിലെ ഓട്ടം സമയത്താണ്. അവിടുത്തെ ഇലകളെല്ലാം നിറം മാറി നല്ല ഭംഗിയാണ് അവിടെ കാണാൻ. അപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് ടൈം പോയത് സെയിം സമയത്താണ്, ഏപ്രിൽ അവസാനമാണ് പോയത്. അന്ന് നല്ല രസമായിരുന്നു കാണാൻ. ഇലകളെല്ലാം കളർ മാറി നല്ല ഭംഗിയായിരുന്നു അവിടെ. പക്ഷേ ഈ സമയത്ത് പോയപ്പോൾ കുറച്ച് ലേറ്റായി പോയി. സീസൺ ഓട്ടത്തിൻ്റെ ഇലകളെല്ലാം പൊഴിഞ്ഞു പോയിരുന്നു. അതുകൊണ്ട് അത്ര കളർഫുൾ ആയിരുന്നില്ല. എന്നാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഓട്ടം ഫെസ്റ്റിവൽ അടിപൊളിയായിരുന്നു. അവിടുത്തെ എക്സിബിഷൻസും പിന്നെ മറ്റ് ആക്ടിവിറ്റീസ് എല്ലാം നല്ല രസമായിരുന്നു കാണാൻ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പറ്റിയ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യത്തെ എപ്പിസോഡാണ്, ഫസ്റ്റ് ഓട്ടം ആരോ ടൗൺ പാർട്ട് 1 ആണ് ഈ എപ്പിസോഡിൽ നിങ്ങളെ കാണിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. സോ എൻജോയ്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഡ്രൈവ് തുടങ്ങിയിട്ടൊരു 1.25 മണിക്കൂറായി. അപ്പോൾ ഇവിടെയൊക്കെ റോഡ് പണി നടക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടെ വിൻ്റർ ആവാനായി അടുത്ത മാസം. അപ്പോൾ അതിൻ്റെ മുന്നേ ഇവിടെ റോഡെല്ലാം ശരിയാക്കുകയാണ് അവർ. ഇപ്പോൾ ന്യൂസിലാൻഡിൽ എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് അങ്ങനെയാണ്. ഈ റോഡെല്ലാം പുതിയ റോഡെല്ലാം അവർ ടാർ ചെയ്ത് പണിത് കഴിഞ്ഞാൽ അതിന് ഇത്ര വർഷത്തെ ഒരു ഗ്യാരണ്ടി അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ സമയം ആകുമ്പോഴേക്കും അവർ വീണ്ടും വന്ന് റോഡെല്ലാം ചെക്ക് ചെയ്ത് എവിടെയൊക്കെ പൊളിച്ചു മാറ്റി പുതിയത് പണിയണം, അതെല്ലാം അവർ ചെയ്യും. അല്ലാതെ നമ്മുടെ നാട്ടിലെ പോലെ മൊത്തം പൊളിഞ്ഞു പോയി പാതാളം വരെ കണ്ട് റോഡ് പണി നടത്തി അങ്ങനത്തെ പരിപാടിയൊന്നും ഇവിടെ അല്ല. അപ്പോൾ ഇതിനെല്ലാം ഒരു 5 വർഷം 10 വർഷം ഗ്യാരണ്ടി അവർ നോക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ അവർ വന്ന് റോഡെല്ലാം ചെക്ക് ചെയ്ത് കണ്ടീഷനെല്ലാം നോക്കി അവരെല്ലാം അത് ടാർ ചെയ്തെല്ലാം സെറ്റപ്പ് ആക്കി വയ്ക്കും. ആ കാണുന്ന മഞ്ഞെല്ലാം കണ്ടു, അതെല്ലാം 2-3 ദിവസം മുന്നേ വീണ മഞ്ഞാണ്. അപ്പോൾ നല്ല ഡ്രൈവാണ്. നല്ല അത്യാവശ്യം വെയിലെല്ലാം ഉണ്ടായതുകൊണ്ട് ശരിക്കും കാഴ്ചകളെല്ലാം കണ്ട് നല്ല സെറ്റപ്പായിട്ടുള്ള ഡ്രൈവാണ് ഈ വഴിയിലൂടെയെല്ലാം. അപ്പോൾ ഞങ്ങളൊരു 3 മണിക്കൂറോളം ഡ്രൈവ് കഴിഞ്ഞ് ഇപ്പോൾ ലേക്ക് ടെക്കാപ്പ് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിവിടെ ലേക്ക് ടെക്കാപ്പിൻ്റെ ഒരു വീഡിയോ ഞങ്ങൾ ചെയ്തായിരുന്നു നേരത്തെ. ഇവിടെ ലുപ്പിൻസിൻ്റെയും പിന്നെ അതുപോലെ ലാവൻഡർ ഫാമിലെല്ലാം പോയത് ലേക്ക് ടെക്കാപ്പ് വഴിയാണ്. അതിൻ്റെ വീഡിയോ എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ടോ, ഇവിടെ നല്ല വ്യൂ ആണ്. ഈ മഞ്ഞ് പെയ്തുകൊണ്ട് ആ മലയുടെ മുകളിലെല്ലാം നമുക്ക് മഞ്ഞെല്ലാം ശരിക്കും കാണാൻ പറ്റും. പിന്നെ ഇവിടെ ഇപ്പോൾ സമയം ഒരു 4-5 മണി ആവാനായി. അത് എന്നിട്ടും അത്യാവശ്യം നല്ല വെയിലുണ്ട്. അതുകൊണ്ട് ഈ കാഴ്ചകളെല്ലാം നല്ല ക്ലിയർ ആയിട്ട് ശരിക്കും നമുക്ക് കാണാൻ പറ്റും. ഞങ്ങളിങ്ങനെ ലോങ് ഡ്രൈവിനെല്ലാം പോകുമ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സ്നാക്സും കുറേ ഫ്രൂട്ട്സൊക്കെ കയ്യിൽ കരുതും. അപ്പോൾ ഇവിടെ ഒരു കേരള സ്റ്റോർ ഉണ്ട്. അവിടെ പോയപ്പോൾ ലാസ്റ്റ് വീക്ക് പോയപ്പോൾ കണ്ടതാണ് ഈ കുഴലപ്പം എല്ലാം. ആദ്യമായിട്ടാണ് അത് ട്രൈ ചെയ്യുന്നത്. പക്ഷേ നല്ലതായിരുന്നു, നല്ല ക്വാളിറ്റി ഉള്ള സാധനമായിരുന്നു കുഴലപ്പം. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങൾ ലേക്ക് ടെക്കാപ്പ് എത്തിയിരിക്കുകയാണ്. ഒരു 3 മണിക്കൂർ ഡ്രൈവ് ഉണ്ടായിരുന്നു ക്രൈസ്റ്റ് ചർച്ചിൽ നിന്ന്. അപ്പോൾ ഇവിടെ ഒന്ന് ബാത്റൂമിലൊക്കെ ഒന്ന് പോയി ഫ്രഷ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നല്ല തണുപ്പാണ്. ഇവിടെ വിൻ്ററിൻ്റെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ മൗണ്ടനിലെല്ലാം സ്നോ വീണിട്ടുണ്ട്. 2 ദിവസം മുന്നേ സ്നോ ഫോൾ ഉണ്ടായിരുന്നു ഇവിടെ തോന്നുന്നു. നല്ല തണുപ്പാണ്. 9 ഡിഗ്രിയാണ്. അത്യാവശ്യം വിൻഡിയാണ്. അപ്പം ഇനി ഇവിടുന്ന് ഒരു 2.5 മണിക്കൂറോളം ഉണ്ട് ആരോ ടൗൺ എത്താൻ. അവിടെ എത്തുമ്പോൾ ഒരു 8-8:30 ആവും. പിന്നെ കുറച്ച് ട്രാഫിക്കും ഉണ്ട് റോഡിലെല്ലാം. അന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് ആ വഴിക്ക് പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ കുറച്ച് ട്രാഫിക്കും ഉണ്ട്. ആരോ ടൗണിൽ നല്ല തണുപ്പാണെന്നാണ് കേട്ടത്. അവിടെ 6 ഡിഗ്രി ഒക്കെ ആണെന്ന് തോന്നുന്നുണ്ട്. നല്ല തണുപ്പായിരിക്കും. അപ്പോൾ ഫ്രഷായി ഇനിയിപ്പോൾ വീണ്ടും ഡ്രൈവ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇനി അവിടെ ചെന്നിട്ട് കാണാം. ശരി. അപ്പം ഞങ്ങളിവിടെ എത്തിയപ്പോൾ രാത്രി ഒരു 8 മണി 8:30 ആവാറായി. അപ്പോൾ അവരുണ്ടായിരുന്നു അവിടെ വീട്ടിൽ. അവരുടെ ഒരു വീടിൻ്റെ ഒരു ഭാഗമാണ് നമുക്ക് എയർബിഎൻബിയിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതുപോലെ ഒരു ബെഡ്റൂം ഉണ്ട്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയ ഒരു ബെഡ്റൂം ഉണ്ട്. പിന്നെ 2 ടേബിൾ, ചെയർ, മൈക്രോവേവ്, ചെറിയൊരു ഫ്രിഡ്ജ് ഉണ്ട്. അതിനകത്ത് അവർ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. $140 ആയതുള്ളൂ ഇവിടെ ഒരു നൈറ്റ് സ്റ്റേ ചെയ്യാൻ. അത് നല്ലൊരു ഡീലാണ്.
കാരണം ഇങ്ങനെ ഷെയർ ചെയ്യുന്ന റൂമെല്ലാം പ്രൈവസി ചെറിയൊരു പ്രശ്നമാണ് ഈ ഒരുവിധം എയർബിഎൻബിയിലെല്ലാം വീടിൻ്റെ ഒരു റൂം അവർ ഷെയർ ചെയ്യുകയാണെങ്കിൽ. പക്ഷേ ഇത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിരുന്നു. പിന്നെ നമുക്ക് പ്രൈവസി ഉണ്ട്. അവരുടെ വീടിൻ്റെ ഭാഗം അവർ ശരിക്കും ഡോർ ലോക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരു ഇതുപോലത്തെ ഒരു റൂമും ഒരു ബാത്റൂം ടോയ്ലറ്റ് എല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി അവർ സെപ്പറേറ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഓൺ ദ വേയിൽ വരുന്ന വഴിക്ക് ടേക്ക് അവേ മേടിച്ചു. ഇനി ഇവിടെ വന്നിട്ട് ഇവിടുന്ന് റെസ്റ്റോറൻ്റ് എല്ലാം ക്ലോസ് ചെയ്താലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഓൺ ദ വേയിൽ ഒരു ചൈനീസ് ഡിഷ് ടേക്ക് അവേ മേടിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ഇവിടെ അവർ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ആവശ്യമുള്ളതെല്ലാം തരുന്നുണ്ട്. ടീ ബാഗ്സ് ഉണ്ട്, സിറിയൽസ് ഉണ്ട്, അങ്ങനെ പിന്നെ ബ്രെഡ്, ജാം അങ്ങനത്തെ എല്ലാം ഉണ്ട്. ആ ഫ്രിഡ്ജിലുള്ള മിൽക്ക് ഉണ്ട്, അതെല്ലാം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ചില എയർബിഎൻബിയിലും ചിലതെല്ലാം ഒരു മിക്കവാറും എയർബിഎൻബി ഇങ്ങനെ റൂമെല്ലാം തരുന്നവർ ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും പ്രൊവൈഡ് ചെയ്യാറില്ല. അത്രയും ചീപ്പ് റേറ്റിന് കേട്ടോ, $140 ഉള്ളൂ. നല്ലൊരു ഡീലായിട്ട് തോന്നി. പിന്നെ നല്ല റിവ്യൂസും ഉണ്ട് അവർക്ക്, അതുകൊണ്ടാണ് ഞങ്ങളിവിടെ ബുക്ക് ചെയ്തത്. ഞങ്ങളിനി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കിടക്കാൻ പോവാണ്. നല്ല ക്ഷീണമുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് 6 hours ഡ്രൈവ് ആയിരുന്നു. അപ്പോൾ നാളെയാണ് നമ്മളെ എയറോ ടൗണിലെ ഓട്ടം ഫെസ്റ്റിവലെല്ലാം. അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് രാവിലെ പോവാം. ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ രാവിലെ എണീറ്റപ്പോൾ ഒരു 7:30 ആയി. നല്ല ഉറക്കമായിരുന്നു. പുറത്ത് നല്ല തണുപ്പായിരുന്നു. 3 ഡിഗ്രി കണ്ടായിരുന്നു ഇവിടെ രാവിലെ തണുപ്പ്. ഇന്നലെ രാത്രിയൊക്കെ. ഇന്ന് രാവിലെയും നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞങ്ങൾ എയറോ ടൗണിൽ പോവാണ്. അവിടെ ഒരു 8:30, 9 ഒക്കെ ആവും അവിടുത്തെ ഫെസ്റ്റിവലും റോഡ് ഷോ എല്ലാം തുടങ്ങാമെന്ന് പറഞ്ഞ്. അപ്പോൾ ഇന്നലെ ഇവിടുത്തെ ഞങ്ങളെ ഇവിടെ താമസിക്കുന്ന അവർ പറഞ്ഞത് എയറോ ടൗണിൽ ഇപ്പോൾ ഓട്ടത്തിൻ്റെ ലീവ്സിൻ്റെ കളറെല്ലാം കുറച്ച് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞ്. 2 weeks മുന്നേ ആയിരുന്നു നല്ല അതിൻ്റെ പീക്ക് കളർ. 2 weeks മുന്നേ ആയിരുന്നു എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഇച്ചിരി കുറഞ്ഞു എന്ന് പറഞ്ഞ്. അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം. പോയി നോക്കിയിട്ട് അറിയാം അവിടെ എങ്ങനെയുണ്ട്. അപ്പോൾ ഞങ്ങളെ റൂമിൻ്റെ പുറത്തുനിന്നുള്ളൊരു വ്യൂ ഇവിടെ കാണിക്കാം. ഇതിൻ്റെ സൈഡിലൂടെ ഇവിടെ ഒരു ഗ്യാരേജ് ഉണ്ട്. ഗ്യാരേജിൻ്റെ സൈഡിലൂടെ അവർക്ക് ഡോറുണ്ട്. അവിടെ പോയിട്ട് നമുക്ക് അതിൻ്റെ പുറത്തത്തെ വ്യൂ എല്ലാം നമുക്കൊന്ന് കാണാം. അപ്പോൾ ഈ സൈഡിലൂടെയാണ് അവർ പറഞ്ഞ് പുറത്തോട്ടുള്ള വഴിയുണ്ട്. ഇത് കണ്ടോ, അവർക്ക് പ്രൈവറ്റ് ബോട്ടെല്ലാം ഉണ്ട്. അത്യാവശ്യം നല്ല ക്യാഷുള്ള ടീമാണ് ഇവർ തോന്നുന്നത്. പിന്നെ ഇതിൻ്റെ പുറകിലെ വ്യൂ സെറ്റപ്പാണ്. പുറകിലൊരു മലയുണ്ട്. അതിൻ്റെ അവിടെ ഇന്നലെ മിഞ്ഞാന്നും കണ്ട് മഞ്ഞ് വീണിരുന്നു. ഇന്നലെ അല്ല, 2 ദിവസം മുന്നേ തോന്നുന്നു. അപ്പോൾ അതെല്ലാം നമുക്ക് കാണാം. ഇവിടെയെല്ലാം നല്ല റേറ്റാണ് ഈ വീടിന്. ഈ ക്യൂൻസ്റ്റൗൺ എന്ന് പറഞ്ഞാൽ ന്യൂസിലാൻഡിൻ്റെ അഡ്വഞ്ചർ ക്യാപിറ്റൽ അല്ലെങ്കിൽ ടൂറിസത്തിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ക്യൂൻസ്റ്റൗൺ ആണ്. അപ്പോൾ ഇവിടുന്ന് ഒരു എയറോ ടൗണിൽ ഒരു 20-25 minutes ഡ്രൈവ് ഉള്ളൂ ക്യൂൻസ്റ്റൗണിലോട്ട്. അപ്പോൾ ഇവിടെ എല്ലാം പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നല്ല മാർക്കറ്റ് വാല്യൂ ആണ്. ഭയങ്കര റേറ്റാണ് വീടിനെല്ലാം. അപ്പോൾ ഈ ഞങ്ങൾ താമസിക്കുന്ന ഈ ഒരു വീട് എങ്ങനെ പോലും ഒരു 1.5 million അടുത്ത് എന്തായാലും കാണും, ഒരു അവറേജ് മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ 1 million എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ഒരു റേറ്റ് വെച്ച് നമ്മുടെ നാട്ടിലൊരു 5 കോടി രൂപയോളം വരും. അപ്പോൾ ഈ ഒരു വീടിന് എങ്ങനെ പോയാലും ഒരു 6-7 കോടി രൂപ ഈ വീടിന് തന്നെ വരും. അപ്പോൾ നല്ല മാർക്കറ്റ് വാല്യൂ ആണ് ഇവിടെ വീടിനെല്ലാം. പിന്നെ ആ വ്യൂ എല്ലാം കണ്ടോ, എന്ത് രസമാണ്. പുറകിൽ ചെറിയൊരു കുളം പോലെ ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഇവിടുത്തെ കാട്ടുതാറാവിനെല്ലാം കാണാം. പിന്നെ അപ്പുറം വീടുകൾ കണ്ടോ, പിന്നെ ആ മല, അതിൻ്റെ മുകളിൽ ഇന്നലെ 2 ദിവസം മുന്നേ പെയ്ത മഞ്ഞ്. നല്ല സെറ്റപ്പ് വ്യൂ ആണ് ഇവിടെ. അപ്പോൾ നമ്മളിനി എയറോ ടൗണിലോട്ട് പോവാണ്. ഇവിടുന്ന് ഒരു 15-10 minutes മാക്സിമം ഡ്രൈവ് ഉള്ളൂ. ഇവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് സ്റ്റോപ്പ് ചെയ്യാണ് ഒരു 5 minutes നിങ്ങളെ ഈ കാഴ്ച ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ഓൺ ദ വേയിലൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാതിരിക്കാൻ തോന്നുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ ഇതിന് മുന്നേ വന്നിട്ടുണ്ട്, 2 വർഷം മുന്നേ വന്നപ്പോൾ. ഈ സ്ഥലത്തിന് പറയുന്ന പേര് ലേക്ക് ഹെയ്സ് എന്നാണ്. നല്ല ലുക്ക് ഔട്ടാണ് ഇവിടുന്ന്. ആ അപ്പുറം കാണുന്ന മഞ്ഞുമലകളും ഈ നിറം മാറിയ മരങ്ങളും ഇലകളെല്ലാം കാണാൻ എന്ത് ഭംഗിയാണ്. അടിപൊളി കാഴ്ചയാണ് ഇവിടുന്ന്. അങ്ങനെ ഞങ്ങൾ എയറോ ടൗണിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ആ വീട്ടിൽ ആ സ്ത്രീ പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെ കളേഴ്സ് എല്ലാം ശരിക്കും പോയിട്ടുണ്ട്. ഞങ്ങൾ 2 വർഷം മുന്നേ വന്നത് കറക്റ്റ് ഈ സമയത്താണ് വന്നത്. പക്ഷെ അന്ന് ഈ എയറോ ടൗണിലെ ഓട്ടം ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നില്ല. കോവിഡൊക്കെ ആയത് കാരണം അതെല്ലാം ക്യാൻസൽ ചെയ്തിരുന്നു. പക്ഷേ ഞങ്ങൾ ഈ ഡേറ്റ് എല്ലാം നോക്കി കറക്റ്റ് ടൈമിലാണ് വന്നത്. പക്ഷേ ഇവിടുത്തെ കളേഴ്സ് എല്ലാം പോയിട്ടുണ്ട്. ഈ ഇലകളെല്ലാം കുറേ പൊഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ എന്നാലും കുറേയൊക്കെ അത്യാവശ്യം കാണാം. പക്ഷേ ലാസ്റ്റ് ടൈം വന്ന പോലെ ഇല്ല. ആ ലാസ്റ്റ് ടൈം വന്നതിൻ്റെ 1-2 വീഡിയോസ് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അത് ഞാൻ നിങ്ങളെ ഈ വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുക തമ്മിലുള്ള വ്യത്യാസം. പിന്നെ കാർ പാർക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. ഇവിടെ ഈ ഫെസ്റ്റിവലെല്ലാം നടക്കുന്നതുകൊണ്ട് യൂഷ്വലി അവർ കാർ പാർക്കെല്ലാം ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ. പക്ഷേ അവിടെ എല്ലാം
അവരെല്ലാം വഴിയെല്ലാം ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ വണ്ടിയും കൊണ്ട് അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല. നമുക്ക് ദൂരം മാറി പാർക്ക് ചെയ്തിട്ട് ഇവിടുന്ന് നടന്നു പോകാം. അപ്പോൾ ആരോ ടൗൺ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ടൗണാണ്. അപ്പോൾ എവിടെ പാർക്ക് ചെയ്താലും നമുക്കൊരു 2-3 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇതിൻ്റെ ടൗൺ മെയിൻ ഏരിയ എത്താൻ പറ്റും. അപ്പോൾ അത്രയും ചെറിയൊരു ഭാഗമാണ് ഈ ആരോ ടൗൺ എന്ന് പറയുന്നത്. ഇവിടെ കുറേ പേര് കോയിൻസ് എല്ലാം കളക്ട് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. ഇത് എൻട്രി ഫീ പോലെയാണ്, പക്ഷേ അത് നമുക്ക് കൊടുക്കണം നിർബന്ധമില്ല. പക്ഷേ ഒരുവിധ ആൾക്കാരെല്ലാം വരുന്നവരെല്ലാം കൊടുക്കുന്നുണ്ട്. ഇവിടെ എല്ലാം വരുമ്പോൾ നമുക്ക് ശരിക്കും അറിയാൻ പറ്റുക ലീവ്സ് എല്ലാം പോയത്. കഴിഞ്ഞ തവണ വന്നപ്പോൾ ഈ ഏരിയയെല്ലാം മൊത്തം നല്ല മഞ്ഞ കളറിൽ സെറ്റപ്പായിരുന്നു ആ ട്രീസ് എല്ലാം. ഇപ്പോൾ എല്ലാം കൊഴിഞ്ഞു പോയിട്ടുണ്ട്. മൊത്തം ഒരു എന്താ പറയുന്നത് ശോകമൂക അവസ്ഥയാണ്. എന്നാലും കുഴപ്പമില്ല, അപ്പുറ സൈഡിലെല്ലാം കുറേ ചെടികളുടെയും മരങ്ങളുടെയും എല്ലാം നിറം മാറി കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഒരു 8-9 മണിയാകുമ്പോൾ തന്നെ ഇവിടെ പരിപാടികളെല്ലാം ഒന്ന് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ആദ്യം വിൻറ്റേജ് കാർ ഷോയാണ്. അപ്പോൾ അതിലേക്ക് വേണ്ടിയുള്ളൊരു വണ്ടിയാണ് പോകുന്നത്. കണ്ടോ, 90-20 90-10 ഉള്ള ഏതൊരു പഴയ വണ്ടിയാണത്. അപ്പോൾ നേരെ കാണുന്ന സ്ട്രീറ്റിലാണ് വിൻറ്റേജ് കാർ ഷോ. അപ്പോൾ ആദ്യം അത് കാണാനാണ് ഞങ്ങൾ പോണത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഇവിടുത്തെ മറ്റു പരിപാടികളെല്ലാം തുടങ്ങുന്നത്. ഇവിടെ ബോർഡ് കണ്ടോ, പ്രീ 1945 പോസ്റ്റ് വിൻറ്റേജ്, ആ ഒരു സെഗ്മെൻറ്റിലുള്ള കാർ കളക്ഷനാണ് ഇവിടെ എല്ലാം കിടക്കുന്നത്. അപ്പോൾ ഒരുപാട് വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കാണാൻ. ഈ പഴയ കാറിനോട് ക്രേസ് ഉള്ളവർക്കെല്ലാം വരാൻ പറ്റിയ സമയമാണിത്. ഇതെല്ലാം കണ്ടോ, അതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഒരു 1920 1930 ആ സമയത്ത് ബിൽഡ് ചെയ്ത പോലെ ഉണ്ട്. അപ്പോൾ ഇത് ഏത് മോഡലാണ്, ഏത് വർഷത്തെ ബിൽഡാണെന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആ കാറിൻ്റെ സൈഡിലെല്ലാം. ഈ കാർ അടിപൊളിയാണ് കാണാൻ. നല്ല ഗോൾഡൻ പെയിൻ്റെല്ലാം ചെയ്ത് കണ്ട സൈഡിലെല്ലാം അതെല്ലാം അത് ആ ബ്ലാക്ക് ഫിനിഷ് റെഡ് കളറെല്ലാം നല്ല സെറ്റപ്പാണ്. നല്ല പഴയ വണ്ടിയാണെങ്കിലും കാണാൻ നല്ല രസമുണ്ട് കാണാൻ. ഇത് കണ്ടോ, ഇത് ഫോർഡിൻ്റെ അന്ധകാലത്തെ വണ്ടിയാണ്. ഇപ്പോൾ ഫോർഡ് ഇന്ത്യയിലേക്ക് തിരിച്ചു വരിക എന്നൊക്കെ പറയുന്നത് കേട്ട്, നല്ല കാര്യം. ഫോർഡിൻ്റെ പഴയ കാലത്തൊരു വണ്ടിയാണ്. ഇതെല്ലാം അവർ മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര എക്സ്പെൻസീവ് ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ പലതിൻ്റെയും എഞ്ചിനെല്ലാം പഴയ എഞ്ചിനാണ്. നമുക്കത് സ്റ്റാർട്ട് ചെയ്ത് അവരിങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് വരുമ്പോഴെല്ലാം ആ പഴയൊരു ഡീസലിൻ്റെ ഒരു പെട്രോളിൻ്റെ ഒരു മണം ഉണ്ടല്ലോ പഴയ വണ്ടികളുടെ, ശരിക്കും നമുക്ക് ആ സ്മെല്ല് കിട്ടും. അപ്പോൾ ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ചിലവാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ന്യൂസിലാൻഡിലെല്ലാം ഇത്തരം പഴയ വണ്ടികളെല്ലാം മിക്കവാറും 3 to 6 months അതിൻ്റെ വാറൻറ്റി ഓഫ് ഫിറ്റ്നസ് എല്ലാം നമ്മൾ അതെല്ലാം കീപ്പ് ചെയ്യണം. ഒരു 2000 ശേഷമുള്ള വണ്ടിയാണെങ്കിൽ ഒരു 1 year എല്ലാ വർഷവും നമ്മളതിൻ്റെ വാറൻറ്റി ഓഫ് ഫിറ്റ്നസ് നമ്മൾ ചെക്ക് ചെയ്തിട്ട് അത് റോഡ് വേർത്തിയാണെങ്കിൽ നമ്മൾ പ്രൂവ് ചെയ്യണം. വണ്ടി റോഡിൽ ഓടിക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത്രയും പഴയ വണ്ടികളൊക്കെ ആകുമ്പോൾ എനിക്ക് തോന്നുന്നു എങ്ങനെ പോയാലും ഒരു 3-6 months എപ്പോഴും അതിൻ്റെ വാറൻറ്റി ഓഫ് ഫിറ്റ്നസ് നമ്മളത് കീപ്പ് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ നല്ല ചിലവുള്ള കാര്യമാണ് ഈ വണ്ടികളെല്ലാം റോഡിലൂടെ ഓടിക്കുക എന്നൊക്കെ പറയുന്നത്. ഇത് കണ്ടിട്ട് ഏതോ പുരാതന കാലത്തെ ബൈക്കാണ് തോന്നുന്നത്. ഇത് കണ്ടോ, ജാഗ്വാറിൻ്റെ ഒരു കിടക്കാച്ചി സാധനം ഇവിടെ ഇരിക്കുന്നത്. ഇത് ഏതാ മോഡൽ എന്ന് അറിയില്ല, അവിടെ പേര് കണ്ടിട്ട് എനിക്ക് അത്ര വലിയ പരിചയമല്ല. പക്ഷെ ഒരു പഴയൊരു ഫെറാറിൻ്റെ ഒക്കെ ലുക്ക് ഉണ്ട്. അവിടെ ഫോർഡിൻ്റെ വണ്ടി കുറേ ഉണ്ട്, പഴയ ഇതുപോലത്തെ വണ്ടി കുറേ ഫോർഡിൻ്റെ വണ്ടി ഉണ്ട്, പഴയ കുറേ ജാഗ്വാറിൻ്റെ വണ്ടിയെല്ലാം കുറേ കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിൽ അംബാസഡർ പോലത്തെ കുറേ വണ്ടികൾ ഇവിടെ കിടപ്പുണ്ട്. ഇത് നല്ലൊരു കളർ കോംബോ ആണ്. നേരത്തെ കണ്ട പോലെ ആ ഗോൾഡൻ കളറും ആ ബ്ലാക്കിൽ ഫിനിഷ് ചെയ്ത ആ പെയിൻ്റ് എല്ലാം കണ്ടോ, അതിൻ്റെ ടയറായാലും നല്ലൊരു വണ്ടിയാണ്. ഇതും കണ്ടോ, ഇതും ഫോർഡിൻ്റെ വണ്ടിയാണ്. ഈ കാറ് മാത്രം കാണിക്കാനാണെങ്കിൽ ഒരു 2 episode കാണിക്കാനുള്ളതുണ്ട്. ഒരുപാട് വിൻറ്റേജ് കാർസിൻ്റെ ഇവിടെ. അപ്പോൾ അത് മൊത്തം നിങ്ങളെ ഞാൻ കാണിക്കുന്നില്ല, ചെറുതായിട്ടൊന്ന് കാണിച്ചിട്ട് നമുക്ക് അടുത്ത ഇവിടുത്തെ പരിപാടികളെല്ലാം കാണാൻ പോവാം. ഞങ്ങൾ രാവിലെ വന്നപ്പോൾ അത്ര വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു സമയമായപ്പോഴേക്കും നല്ല തിരക്കാണ് ഇവിടെ. ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്.
വീഡിയോസ് എടുക്കാനും ഫോട്ടോസ് എടുക്കാനൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ട്. ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ടാണ്, ഈ സ്ട്രീറ്റിൻ്റെ രണ്ട് സൈഡിലായിട്ടാണ് കാറെല്ലാം പാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പം ഞങ്ങളിനി പോകുന്നത് ഈ സ്ട്രീറ്റിൻ്റെ തന്നെ സൈഡിലുള്ള ഒരു സ്വീറ്റ് ഷോപ്പിലാണ്. അവിടെ പ്രധാനമായിട്ട് ചോക്ലേറ്റ്സ്, നമ്മുടെ മിഠായി, ക്യാൻഡീസ്, പിന്നെ എന്താ പറയുന്നത് മധുര പലഹാരങ്ങളെന്നൊക്കെ പറയില്ല, അതുപോലത്തുള്ള ഐറ്റംസാണ് അവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഈ ആരോ ടൗണിൽ വരുന്നവരെല്ലാവരും അവിടെ കയറി എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിയിട്ടാണ് പോവാറ്. ഇപ്പോൾ ഇവിടെയൊക്കെ ചെറിയ കുട്ടികളെ കൊണ്ട് ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചിറങ്ങുക എന്ന് പറഞ്ഞാൽ കുറച്ച് പണിയുള്ള പരിപാടിയായിരിക്കും. ഇഷ്ടം പോലെ സ്വീറ്റ്സ് ഉണ്ട് ഇവിടെ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും മധുരത്തിനോട് അത്ര വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഒരുപാടൊന്നും വാങ്ങിയില്ല. ഒരു 1-2 സാധനമൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ ഇനി സ്ട്രീറ്റിൻ്റെ അപ്പുറ സൈഡിൽ പോവാണ്. അവിടെയാണ് ഇവിടെ മാർക്കറ്റ് പോലത്തെ ഉണ്ട്, നമ്മുടെ സ്ട്രീറ്റ് ഫുഡ്. അതുപോലെ നമ്മൾ ക്രൈസ്റ്റ് ചർച്ചിൽ ചെയ്ത വീഡിയോ അല്ലേ, സൺഡേ മാർക്കറ്റ്, സാറ്റർഡേ മാർക്കറ്റ് എന്നൊക്കെ പറയുന്നത്, അതുപോലെ ചെറിയൊരു മാർക്കറ്റ് അവർ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാനാണ് പോകുന്നത്. അപ്പോൾ അപ്പുറ സൈഡിലെല്ലാം കണ്ടോ ലീവ്സ് എല്ലാം കളർ ചേഞ്ച്. ഈ ഫ്രണ്ടിലെ ട്രീ എല്ലാം ഇലയെല്ലാം പൊഴിഞ്ഞു പോയി. അതിൻ്റെ അപ്പുറ സൈഡിൽ കണ്ടോ നല്ല മഞ്ഞ നിറത്തിൽ ഇലയെല്ലാം പഴുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെയാണ് ആരോ ടൗണിൻ്റെ മൊത്തത്തിലുള്ളൊരു വ്യൂ ഓട്ടം സമയത്ത്. ഇതിലും കൂടുതലാണ്. ഞങ്ങൾ വന്നപ്പോൾ ഇത്തിരി ലേറ്റായി പോയി. നമ്മൾ ഒരു 2 ആഴ്ച മുന്നേയൊക്കെ വരികയാണെങ്കിൽ നല്ല നിറത്തിൽ കാണാമായിരുന്നു. ഈ മാർക്കറ്റെല്ലാം നമ്മളന്ന് ക്രൈസ്റ്റ് ചർച്ച് കണ്ട പോലെ ഫാർമേഴ്സ് മാർക്കറ്റ് പോലെ ആണ്. ഒരുപാട് സാധനങ്ങളെല്ലാം അവിടെ സെൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്ട്രീറ്റ് ഫുഡ്സ് മാർക്കറ്റിൽ അപ്പുറ സൈഡിലാണ് സ്ട്രീറ്റ് ഫുഡെല്ലാം. അപ്പോൾ ഞങ്ങളിതൊന്ന് ചുമ്മാ നടന്ന് കണ്ടിട്ട് സ്ട്രീറ്റ് ഫുഡിൻ്റെ അവിടെ പോവാണ്. അവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ നോക്കട്ടെ. അപ്പോൾ നടന്ന് ഈ സൈഡിൽ വരുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നോക്കും, ഇവിടെ പോപ്കോൺ എല്ലാം ഉണ്ട്. അതുപോലെ നമ്മളെ നാട്ടിൽ കിട്ടില്ലേ പഞ്ഞിമുട്ടായി എല്ലാം, അതെല്ലാം ഇവിടെ പിള്ളേർക്ക് വേണ്ടി കുറേ വെച്ചിട്ടുണ്ട്. പിള്ളേർ മാത്രമൊന്നുമല്ല കേട്ടോ, എല്ലാവരും വാങ്ങുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അപ്പുറ സൈഡിലാണ് സ്ട്രീറ്റ് ഫുഡ് മാർക്കറ്റ്. അപ്പോൾ ഞങ്ങൾ ഇനി അങ്ങോട്ട് പോവാണ്. അപ്പോൾ ഇവിടെ ബോർഡെല്ലാം വെച്ചത് കൊണ്ട് ഇവിടെ എല്ലാം നമുക്ക് മദ്യം കിട്ടും. വൈനായാലും ബിയറായാലും അതെല്ലാം വാങ്ങി അവിടെ ഇരുന്നെല്ലാം കഴിക്കാം. അപ്പോൾ ആ ഒരു ഏരിയ എല്ലാം ലൈസൻസ്ഡ് ആണ് അതിന് വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ഒരുപാട് വെറൈറ്റി സ്ട്രീറ്റ് ഫുഡ് കിട്ടുന്നുണ്ട്. നമ്മുടെ ഏഷ്യൻ ഫുഡ്, ചൈനീസ്, തായ്, അതുപോലെ ബാർബിക്യൂസ്, പിന്നെ ഇവിടെ നമ്മുടെ മോമോസൊക്കെ ഉള്ള അതെല്ലാം കിട്ടുന്നൊരു കടയെല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് പോയിട്ട് ഞാനൊരു മോമോസ് വാങ്ങാനുള്ളൊരു പരിപാടിയാണ്. കുറച്ച് ചെറുതായിട്ടൊന്ന് വിശക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം അടുത്ത ആഫ്റ്റർനൂണിനുള്ള സ്റ്റേജെല്ലാം അവർ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാം ടൈമുണ്ട് കേട്ടോ. ഇന്ന ടൈമിൽ ഇതെല്ലാം നമ്മുടെ വെബ്സൈറ്റിൽ പോയാൽ നമുക്ക് അറിയാൻ പറ്റും ഏതൊക്കെ സമയത്ത് എന്തൊക്കെ പ്രോഗ്രാമാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇവിടുന്ന് മോമോസ് വാങ്ങാനുള്ള പ്ലാനിലാണ് ഞാൻ. അതുപോലെ ഇവിടെ ബ്രസീലിയൻ എന്തോ ഒരു സ്നാക്ക് ഇവിടെ കണ്ടു ഞങ്ങൾ. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതും വാങ്ങാനുള്ള പ്ലാനിലാണ്. ബീഫാണ്.
Have a taste. Erta. How is it? Momos. അപ്പോൾ ഞങ്ങളിനി പോകുന്നത് വിൽക്കോക്സ് സ്ക്രീനിലോട്ടാണ്. അപ്പോൾ ഇവിടുന്ന് നടക്കാനുള്ളൂ. ഈ ആരോട്ടോൺ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയൊരു സ്ഥലമാണ്, നമുക്കെല്ലാം നടന്ന് കാണാം. അപ്പോൾ ഇനി വിൽക്കോ ഗ്രീൻസ് എന്ന് പറയുന്നത് അവിടെ ചെറിയൊരു ആ ഫ്രണ്ടിൽ കാണുന്ന ഒരു മല കണ്ടോ, അപ്പോൾ അവിടെയാണ് നമുക്ക് ശരിക്കും ഓട്ടത്തിൻ്റെ കളർ ചേഞ്ച് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ പോവാണ്. അത് കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് ലഞ്ച് കഴിക്കാനാണ് പ്ലാന്. ഞങ്ങൾ ഇന്നലെ തന്നെ റെസ്റ്റോറൻ്റെല്ലാം ബുക്ക് ചെയ്തിരുന്നു, കാരണം ഇവിടെ നല്ല തിരക്കാണെന്ന്. ഉച്ച സമയമാകുമ്പോഴേക്കും നല്ല തിരക്കാണ്. അപ്പോൾ ചിലപ്പോൾ റെസ്റ്റോറൻറ്റിലെല്ലാം ടേബിൾ കിട്ടാൻ കുറച്ച് പ്രയാസമായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ ബുക്ക് ചെയ്തിരുന്നു. അപ്പോൾ ഇതാണ് വിൽക്കോക്സ് ഗ്രീൻ എന്ന് പറയുന്ന ഏരിയ. അപ്പോൾ ഇത് ഇപ്പോഴത്തെ ഒരു ഓട്ടം കളേഴ്സാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇനി ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഞങ്ങൾ ലാസ്റ്റ് ഇയർ വന്നപ്പോൾ ഈ ഭാഗം എങ്ങനെയായിരുന്നു എന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ഡിഫറൻസ്. നമ്മൾ 2 ആഴ്ച മുന്നേ വരികയാണെങ്കിൽ നമുക്ക് ഇതിൽ നന്നായിട്ട് ഇവിടെ കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഇത് കണ്ടോ, ഇതാണ് ഞങ്ങൾ 2 വർഷം മുന്നേ വന്നപ്പോൾ കറക്റ്റ് ഈ സമയത്ത് വന്നപ്പോൾ ഉള്ള കാഴ്ച. എത്ര വ്യത്യാസമാണ് നോക്കൂ. അപ്പോൾ ഞങ്ങളിനി തിരിച്ച് നടന്ന് റെസ്റ്റോറൻറ്റിൽ പോവാണ്. ഞങ്ങൾ 12:30ക്കാണ് ടേബിൾ ബുക്ക് ചെയ്തത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു 12:15 ആയി. അപ്പോൾ ഇവിടുന്ന് ഒരു 5 മിനിറ്റ് നടക്കാനുള്ളൂ. അപ്പോൾ ഇവിടെ എല്ലാം കണ്ടോ, സ്കേറ്റ് ചെയ്യാനെല്ലാം എത്ര മനോഹരമായിട്ടാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം ഒരുപാട് പിള്ളേരെല്ലാം വന്ന് ട്രെയിൻ ചെയ്യുന്നത് നമുക്ക് കാണാം. അപ്പോൾ തിരിച്ച് ഞങ്ങൾ പോകുന്നത് ഈ വേറൊരു വഴിയിലൂടെയാണ്. അപ്പോൾ ചെറിയൊരു ഫോറസ്റ്റ് ഒന്നല്ല, ചെറിയൊരു അരുവിയുണ്ട് ആ സൈഡിൽ. അപ്പോൾ അതിൻ്റെ അപ്പുറം എല്ലാം ഓട്ടം കളേഴ്സ് നമുക്ക് കാണാം. അപ്പോൾ ആ വഴിയാണ് ഞങ്ങൾ തിരിച്ച് ആ റെസ്റ്റോറൻറ്റിലോട്ട് നടന്നു പോകുന്നത്. അപ്പോൾ ഇവിടെയെല്ലാം ശരിക്കും നല്ല കളേഴ്സ് നമുക്ക് കാണാം. ഇവിടെ ഒന്നും അങ്ങനെ ലീവ്സ് ഒന്നും പൊഴിഞ്ഞു പോയിട്ടില്ല ഈ സൈഡിലൊന്നും. അപ്പോൾ ഞങ്ങൾ ഇനി ഓൺ ദ വേയിലുള്ള ഒരു ബിൽഡിംഗ് ഞങ്ങൾ കാണിക്കാം. അവിടെ വളരെ ഫേമസ് ആണ്. ആരോട്ടോൺ എന്ന് സെർച്ച് ചെയ്ത് ആദ്യം വരുന്നത് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഫോട്ടോ ആയിരിക്കും. അപ്പോൾ ഇതാണ് ഓൾഡ് ആരോട്ടോൺ പോലീസ് ക്യാമ്പ്. ഇപ്പോൾ ഇത് ചെറിയൊരു മ്യൂസിയം എന്ന് പറയാൻ പറ്റില്ല, അതിനകത്തൊന്നുമില്ല. പഴയ ആരോട്ടോണിൻ്റെ ഹിസ്റ്ററിയൊക്കെ അതിനകത്ത് നമുക്ക് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് കാണാം. അപ്പോൾ ആരോട്ടോൺ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ വരുന്ന ഒരു ഫോട്ടോസിൽ പ്രധാനമായുള്ളൊരു ഫോട്ടോ ആണിത്.
അപ്പോൾ ഇവിടെയാണ് ഞങ്ങൾ ടേബിൾ ബുക്ക് ചെയ്തത് ലഞ്ചിന്. ദ ഡിഷറി എന്ന് പറയും. ഇവിടെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ചിലതെല്ലാം നല്ല എക്സ്പെൻസീവ് ആണ്. ഇവർ വലിയ കുഴപ്പമില്ല. ഇവിടെ ഫിഷും കിട്ടും. അപ്പോൾ നിഷയ്ക്ക് ഫിഷ് വേണം ലഞ്ചിനെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ബുക്ക് ചെയ്തത്. അപ്പോൾ ഇവിടുന്ന് ലഞ്ച് കഴിച്ചിട്ട് ഞങ്ങളിനി പണ്ട് ഇവിടെ ഗോൾഡ് മൈൻ എല്ലാം ഉണ്ടായിരുന്നു ആരോ ടൗണിൽ. അപ്പോൾ അവിടെ വർക്ക് ചെയ്യാനല്ല ഒരുപാട് ചൈനീസ് ആൾക്കാർ വന്നിരുന്നു ഇവിടെ. അപ്പോൾ അവരൊരു സെറ്റിൽമെൻറ്റ് കാണിക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ പോകുന്നത് ഇവിടെ ചെറിയൊരു സർക്കസ് ഉണ്ട്. അപ്പോൾ അത് കാണണം. പിന്നെ അപ്പോഴേക്കും ഇവിടെ ഗാനമേളയും പരിപാടികളെല്ലാം തുടങ്ങും. അത് കഴിഞ്ഞ് അവസാനമാണ് ഇവിടെ ആരോ ടൗൺ പരേഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതും കാണണം. അപ്പോൾ അതാണ് ഞങ്ങളുടെ ഈ ലഞ്ച് കഴിഞ്ഞിട്ടുള്ള പ്ലാന്. അപ്പോൾ ഇതെല്ലാം അടുത്ത വീഡിയോയിൽ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പറ്റിയാൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.